എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? വഴി മാറ്. വഴി മാറാൻ തന്നെയാ വന്നത്. ഇങ്ങോട്ട് വാടോ. അങ്ങോട്ട് ചെല്ലടാ. രാവിലെ പറഞ്ഞല്ലേ സ്ലേറ്റിൽ എഴുതിയ പോലെ മായ്ക്കാൻ പറ്റില്ല എന്ന്. മായ്ക്കാം, കാലം മായ്ച്ചോളും. പക്ഷെ ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുക, മായ്ക്കാൻ പറ്റില്ല. ചേരേണ്ടവർ നിങ്ങളാ, വഴി മുടക്കുന്നത് ഞാനാ. ദാ ഞാൻ വഴി മാറുന്നു. സാരല്ല, കണ്ണീരുള്ളു ശുദ്ധാക്കും. കനപ്പ് പോവും, കരഞ്ഞു തീരട്ടെ. ഹേയ്, എന്നാ അവര് കരഞ്ഞു തീർക്കട്ടെ, അതിനും വഴി മുടക്കി നിൽക്കണോ? ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അവളോടും. ഞാൻ പോണതിന് മുമ്പ് കാണാം. ഒക്കെ ശരിയാവും. സമ്മതിച്ചു നിന്നെ. അല്ല, വെട്ടുപോത്തിനെ പോലെ ഇങ്ങനെ കൊല്ലാവുന്നവനെ നീ എന്ത് പറഞ്ഞാ മയക്കേ? മനുഷ്യന്മാർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല. അതിനിത്തിരി ധൈര്യവും ക്ഷമയും മാത്രം മതി. ഇതൊന്നും നിനക്ക് പണ്ടുണ്ടായിരുന്നില്ലല്ലോ, എവിടുന്ന് പഠിച്ചു? 2 ഗുരുക്കന്മാരാ എനിക്ക്. ഒന്നീ ജീവിതം, ഒന്നെന്റെ ഭാര്യ. കലി കിടങ്ങിയപ്പോ എനിക്ക് തോന്നി അയാൾ പറഞ്ഞത് ശരിയാണെന്ന്. അയാളെ തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ലല്ലോ നടക്കണത്. ഇങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടാവും. ഞാൻ പറയണത് കേക്കണുണ്ടോ? എന്നെ നിനക്കിനി അങ്ങനെ കാണാൻ പറ്റണില്ലെങ്കിൽ ആങ്ങളായിട്ട് തന്നെ കണ്ടാ മതി. ആനയെ തിളച്ചില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ലെങ്കിൽ നീ വീട്ടിലേക്ക് വാ. സുഖേട്ടാ, എന്തിനാ ഇങ്ങനെ സ്നേഹിക്കണേ? ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും. അത് എന്ന് ചോദിച്ചാ എനിക്കിഷ്ടമുണ്ടായിട്ട്. അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. ഞാൻ പേടിച്ചു, വല്ല അടിയും വഴക്കും ഉണ്ടാക്കുമെന്ന. ഞാനിപ്പോ ഒരു പാവല്ലേ, പഴയ സ്വഭാവമൊക്കെ എന്നെ വിട്ടു. നല്ലൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. ഏട്ടൻ വന്നിട്ടുണ്ടോ? കാർ കിടക്കണം. അമ്മ വിളിച്ചു വരുത്തിയതാ. എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം? എല്ലാരും കൂടി ഭയങ്കര സംസാരമായിരുന്നു. അവസാനം അമ്മ കരഞ്ഞു. ഒരു കാര്യം എല്ലാവരും ആലോചിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താ നിക്കണ കേസാ. ആര് നിൽക്കും? വാദിവാ നിൽക്കും എന്ന് വെച്ചാൽ രവിളിയും ജയിക്കും. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം രവികളിന് 2 കുട്ടികൾക്കും ഈക്വൽ ഷെയറിന് അവകാശമുണ്ട്. ദാറ്റ്സ് ഓൾ. എന്തോട്ട് സക്സഷൻ ആക്ട്? നമുക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന വക്കീലിനെ കാണാം. അതെ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് കോടതിയിൽ അല്പം നെർവസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ലോ പോയിന്റുകൾ പച്ചവെള്ളം പോലെയാ. കോടതി കേസൊന്നും വേണ്ട. അമ്മ പറഞ്ഞില്ല എന്താ തെറ്റ്? രവിയേട്ടന്റെ മക്കൾക്ക് അവകാശമുള്ളത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. എന്തായാലും അത് നമ്മൾ ചെയ്യണം. ഒന്ന് പോടി കൊടുന്നു. നീ കൊടുത്തോ? അമ്മയല്ല ആര് പറഞ്ഞാലും ഒരു പൈസ ഞാൻ കൊടുക്കില്ല. ഇവളൊരു കഴുത. ബുദ്ധിയില്ല, ബോധമില്ല. എനിക്ക് ബുദ്ധിയില്ല, ബോധമില്ല. നിങ്ങൾക്ക് കണ്ടല്ലോ, അത് മതി. ഞാൻ അമ്മയുടെ ഭാഗത്ത. രവിയേട്ടാ, രാവിലെ മുതൽ അമ്മ അന്വേഷിക്കുക. എന്താ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമായോ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കോടതിയിലെയും കേസിന്റെ കാര്യം പറഞ്ഞാട്ടു. എന്താ സുനന്ദേ? ഓ, ഒന്നും അറിയാത്ത പാവം. അളിയൻ വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. എല്ലാ കളിയും കളിച്ചിട്ട് മാറുക, എന്നിട്ട് പിന്നിലിരുന്ന് ഇങ്ങനെ വലിക്കുക. കൊച്ചു കള്ള. കൈയെടുക്കടാ. ചൂടാവല്ലേ? ഒന്നുമില്ല, നീ പോയിക്കോ അങ്ങോട്ട്. കാര്യം എന്താ വെച്ചാ പറയേ. ആരെങ്കിലും കാര്യം ഇത്രയേ ഉള്ളൂ. അച്ഛനുള്ളപ്പോൾ ഭാഗം കഴിഞ്ഞതാ. 5-8 കൊല്ലായി. ഒക്കെ ഭൂമിയാ. ഞങ്ങൾ അതൊക്കെ എടുത്ത് അലമാരി വെച്ചേക്കല്ല. ചിലർ വിറ്റു, ചിലർ ബാങ്കിൽ സെക്യൂരിറ്റി വെച്ച് ലോൺ എടുത്തു. അമ്മ എപ്പോൾ പറയണു രണ്ടാമത് ഭാഗിക്കണമെന്ന്. എന്തിനെ?
എന്തിനാണെന്ന് ഞങ്ങൾ എങ്ങനെ പറയാം? അമ്മയെ കൊണ്ട് പറയാൻ ഞങ്ങളല്ലല്ലോ. പിന്നാരാ? ഞാനോ? എനിക്കെന്തിനാ ഇവിടെ ഭൂമിയും സ്വത്തുക്കളും? ഞാൻ അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരാൾ. എനിക്ക് അവിടെ സ്വന്തമായിട്ടൊരു മുറി അടുക്കളയുണ്ട്, അത് തന്നെ ധാരാളം. പിന്നെ എനിക്കിവിടെ കുറേ ഭൂമി കിട്ടിയിട്ടെന്തിനാ? വിൽക്കാലോ? വിറ്റ് പണമായിട്ട് കിട്ടിയാ പുളിക്കോ? എൻ്റെ പൊന്നു മോളെ, പുളിക്കൊന്നുമില്ല, എന്നാലൊട്ടും മധുരിക്കുമില്ല. ഇക്കണ്ട കാലം മുഴുവൻ എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്നതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചയാളെ രവിയേട്ടൻ. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർ വഴിയാധാരായി പോരുന്നൊരാശയുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട. അപ്പോ പിന്നെ അമ്മ ഈ പറയണതോ? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരും. അളിയോ, രവി ഇപ്പോൾ ഒരു പാവാ. കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാൻ നിൽക്കാറില്ല. എന്ന് വെച്ച് മോശക്കാരനൊന്നുമല്ല. കോടതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ, അതൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ആളാ. ചിലപ്പോൾ ചില അണ്ടർവേൾഡ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അയ്യോ, അവിടെ കേസും വകുപ്പൊന്നും നടക്കില്ല കേട്ടോ. തോക്കും പിടിയുള്ളൂ. ഗംഗേട്ടൊന്ന് പേടിക്കാതിരിക്കേ, അതിലും വലിയ മാഫിയ കണക്ഷൻസ് എനിക്കുണ്ട്. ഓ, ആ, അമ്മേ, സ്വത്തുക്കളൊക്കെ വീണ്ടും ഭാഗിക്കണം നമ്മ പറഞ്ഞു. പറഞ്ഞു. നിനക്ക് അവകാശപ്പെട്ടതാ. എന്തിന്? എനിക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അച്ഛനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തിനാ അമ്മ ഇവിടെ സ്വത്തും ഭൂമിയൊക്കെ? അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോകൂലേ? എങ്ങടെ? എങ്ങിട്ടെന്ന് അത് കൊള്ളാം. എനിക്ക് അവിടെ ഒരു ജോലിയും കുട്ടികളുടെ പഠിപ്പൊക്കെ ഇല്ലേ? നീ ജോലി എടുത്ത് കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ ജീവിക്കാൻ. ഇനി അന്യ നാട്ടിൽ പോയി നരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടികൾക്ക് എവിടെയുണ്ട് സ്കൂള്? അമ്മ എന്താ ഈ പറയണേ? ഞങ്ങൾക്ക് അവിടെ ഒരു കൊച്ചു വീടുണ്ട്. എന്താ ഈ വീട് നിനക്ക് സുഖം പോരെ? പോരെങ്കിൽ പൊയ്ക്കോ. ആരും വേണ്ട എനിക്ക്. എല്ലാവർക്കും അവരവരുടെ കാര്യം. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നേ? കണ്ടു മോഹിക്കാണ്ട് നേരത്തെ അങ്ങോട്ട് ചത്തുകെട്ട് പോയാ മതിയായിരുന്നു. സീത, അമ്മ പറയുന്നത് കേട്ടോ, നമ്മളെ പോവാൻ സമ്മതിക്കില്ലാന്ന്. അയ്യോ അമ്മേ, പോകണം. മോളെ, ഇനി നിന്റെ വീടിതാ. ലച്ചുവിനെ പിരിഞ്ഞാൽ നിനക്ക് സഹിക്കോ? പറ, സഹിക്കോ? ഞാൻ നീറി നീറി ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയെന്നറിയോ? ഇനി എന്റെ മോനെ എന്നീന്ന് പിരിച്ചുകൊണ്ടുപോകരുത്. ഈ അമ്മയുടെ അപേക്ഷയാ. അമ്മ കുറച്ചു കാലെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ഞങ്ങൾ വർഷാവർഷം വന്നാ പോരമ്മേ? പോരാ, എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ മരിക്കുന്നത് വരെയെങ്കിലും.